എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സാംസങ് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ്റെ PCB ആണ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഡെഡ് കണ്ടീഷനാണ്, പവർ ഓൺ ആകുന്നില്ല എന്നും പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു ബോർഡ് സർവീസിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പവറൊക്കെ കൊടുത്ത് ഇതിനകത്ത് എന്താണ് പ്രശ്നമുള്ളതെന്നൊക്കെ നോക്കാം. അകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ ഈ ഒരു ULN IC ഒക്കെ നല്ല രീതിയിൽ ക്ലാവ് പിടിച്ച കണക്കാണ് ഇതിനകത്ത് കാണുന്നത്. നമ്മൾ ഈ കാണുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു IC ഉണ്ട്, ഇവിടെ ഒരു IC ഉണ്ട്. ഈ രണ്ട് ICയുടെയും ലെഗുകളൊക്കെ നല്ല ക്ലാവ് പിടിച്ചിട്ട് കാണുന്നുണ്ട്. ഇത് പാറ്റ കയറി നശിച്ച ഒരു ബോർഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പാറ്റയുടെ മുട്ടകളൊക്കെ ഒരുപാടുണ്ട് ഇതിനകത്ത്. ഓക്കെ, എന്തായാലും നമുക്കിതൊന്ന് വർക്കിംഗ് കണ്ടീഷനിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ അമർത്തണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡിൽ ഇതിലും ഈ ഒരു കണക്ഷനിലാണ് നമ്മൾ പവർ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് എടുക്കുക, ഈ ഒരു രണ്ട് കണക്ഷനിൽ പ്ലഗ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഓണാകത്തന്നെ. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു രണ്ട് കപ്പാസിറ്ററിൻ്റെ നടുക്കായിട്ടാണ് നമ്മുടെ ഇതിൻ്റെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ IC വരുന്നത്, 7805 എന്നുള്ള. അപ്പോൾ ആ ICയിൽ കറക്റ്റായിട്ട് വോൾട്ടേജ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ സീരിയൽസ് ആയിട്ട് കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കണക്ഷൻ കൊടുത്ത് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റെഗുലേറ്റിംഗ് ICയിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ 12 വോൾട്ട് വരുന്നുണ്ട്, അതായത് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ ഓക്കെയാണ്. ഇനി ഔട്ട്പുട്ട് 5 വോൾട്ട് ഉണ്ടെന്ന് നോക്കാം. ഔട്ട്പുട്ട് 5 വോൾട്ടും ഉണ്ട്. ഓക്കെ, ഔട്ട് 5 വോൾട്ട് വരുന്നുണ്ട്, 12 വോൾട്ടും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഈ പവർ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിന് യാതൊരുവിധ അനക്കങ്ങളും ഇല്ല. അപ്പോൾ നമുക്ക് പവർ, ഞാനിപ്പോൾ സപ്ലൈ ഊരിയിട്ടുണ്ട്. പവർ സപ്ലൈ ഓക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് വേറെ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ റീസെറ്റ് പിന്നെ വരുന്നത് ഇതിൻ്റെ ക്രിസ്റ്റൽ. അപ്പോൾ ഈ ഒരു സൈഡ് ഇത്രയും ക്ലീൻ ചെയ്തിട്ട് വരാം. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു വാക്സ് കോട്ടൊക്കെ എടുത്ത് വെച്ച് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും സൈഡിലുള്ള വാക്സ് കോട്ടിങ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ക്രിസ്റ്റലിൻ്റെ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതേ കണക്കിന് നമ്മുടെ റീസെറ്റ് പിന്നിൻ്റെ വോൾട്ടേജും ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രാൻസിസ്റ്ററാണ് റീസെറ്റ് പിന്നിലോട്ട് പോകുന്ന സപ്ലൈ കൊടുക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇതൊരു IC ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റീസെറ്റ് പിന്നിൽ വരുന്ന ഈ ഒരു കപ്പാസിറ്ററും ഇത് നമ്മുടെ ക്രിസ്റ്റൽ കാര്യങ്ങൾ. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഇതിൽ രണ്ടിലും വരുന്ന വോൾട്ടേജ് കറക്റ്റായാൽ മാത്രമേ നമ്മുടെ ഈ ഒരു ബോർഡ് ഓൺ ആകത്തുള്ളൂ. നമുക്കിപ്പോൾ 5 വോൾട്ട് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്തും മെഷർമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്യാം. അല്ലാതെ ഇവിടെ ഷോർട്ടിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെന്ന് ചെക്ക് ചെയ്യാം. മെയിൻ IC ഷോർട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നത് നമുക്ക് വളരെ ചെറിയ കമ്പോണൻസ് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കൊരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടുകൂടി നമുക്കിത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് റീസെറ്റ് പിന്നാണ്. ഏതാണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ റീസെറ്റ് പിന്ന്. 6P എന്നുള്ള ട്രാൻസിസ്റ്ററാണ്. ഇവിടെ നമുക്ക് ഈ റെസിസ്റ്റൻസ് ഡാമേജ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു റെസിസ്റ്റൻസ് ഇത് 3Kയുടെ ഒരു റെസിസ്റ്റൻസ് ആണ്. ഇവിടെ ഇതിന് ഈ ഒരു ഇൻപുട്ടിലും ഔട്ട്പുട്ടിലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. എന്തായാലും നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു വോൾട്ടേജ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മൾട്ടിമീറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ട്രാൻസിസ്റ്ററാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അതിൽ വോൾട്ടേജ് കറക്റ്റ് ആയിരിക്കണം, ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും.
അപ്പോൾ ഞാൻ പവർ കൊടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഒരു പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻപുട്ട്, ഈ ഒരു പിന്നെ ഔട്ട്പുട്ട്, ഈ ഒരു പിന്നെ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അതിൻ്റെ ഇൻപുട്ട് സെക്ഷനിൽ നോക്കുമ്പോഴത്തേക്കും മൾട്ടിമീറ്റർ ഞാൻ വോൾട്ടേജ് മോഡിലോട്ട് മാറ്റിയില്ല. അപ്പോൾ ഞാൻ വോൾട്ടേജ് മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എത്ര വോൾട്ടേജ് വരുന്നുണ്ട്? നമുക്കിവിടെ 4.9 വോൾട്ട് 4.9 വോൾട്ട് വരുന്നുണ്ട്. ഔട്ട്പുട്ടിൽ 0.467 വോൾട്ട്, അതായത് ഒരു വോൾട്ട് പോലും ഇവിടെ ഇല്ല. എനിക്ക് ഡൗട്ടായിട്ട് തോന്നിയത് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ക്രോസിൽ കിടക്കുന്ന റെസിസ്റ്റൻസ് ഓപ്പൺ ആയിട്ടുണ്ടാവാനാണ് സാധ്യത. കാര്യം ഇതിൻ്റെ ഇരിക്കുന്ന കണ്ടീഷൻ വളരെ മോശമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഓംസ് മോഡിലോട്ട് മാറ്റി. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് ഓപ്പൺ ആണ് കേട്ടോ, അതാണ് ഇവിടെ ഈ വോൾട്ടേജ് വരാതിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് ഓപ്പൺ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ റെസിസ്റ്റൻസ് അവിടെ നിന്ന് ഞാൻ മൈക്രോ ടിപ്പാണ് യൂസ് ചെയ്യുന്നത്, അത് അഴിച്ച് മാറ്റാൻ. അപ്പോൾ ആ റെസിസ്റ്റൻസ് നമുക്ക് ഇതേ കണക്കൊരു സ്ക്രാപ്പ് ബോർഡിൽ നിന്ന് ഇളക്കിയിടാം. ഇവിടെയായിട്ടിരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസാണ് നമ്മളിപ്പോൾ ഇളക്കി മാറ്റിയത് ആ ബോർഡിൽ നിന്ന്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഇളക്കി നമുക്ക് അതിലോട്ട് ഇടാം. ഓക്കെ, ആ റെസിസ്റ്റൻസ് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ആ വാല്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്കിവിടെ 1.9 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി മൾട്ടിമീറ്റർ വോൾട്ടേജ് മോഡിലിട്ടിട്ട് നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് 5 വോൾട്ട് അവിടെ വരുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഓൺ ചെയ്തപ്പോൾ തന്നെ നമുക്കിവിടെ ഈ ഒരു റിലേ അടിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഒരു സൈഡിൽ 4.9 ആയിരുന്നു. ഇനിയിപ്പോൾ രണ്ട് സൈഡിലും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം എത്ര വോൾട്ടേജ് വരുന്നുണ്ട്. ഇവിടെ 4.9 വരുന്നുണ്ട്, ഇവിടെ 4.9 വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ 4.49 ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡിലും നമുക്കിപ്പോൾ ആ ഒരു കൃത്യ വോൾട്ടേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൺ ചെയ്ത സമയത്ത് തന്നെ ഇവിടെ ഇതിൽ റിലേയും അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഓണാവും. അപ്പോൾ ഇത് ഈ ഒരു റീസെറ്റ് പിന്നിൻ്റെ ആയിരുന്നു ഈ ഒരു പ്രോബ്ലം വന്നിരുന്നത്. അതിനാണ് ഇത്രയും ഏരിയ നമ്മൾ ഇളക്കി ആ ഒരു റീസെറ്റ് വോൾട്ടേജ് ക്രിസ്റ്റലൊക്കെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ യഥാർത്ഥ കംപ്ലൈൻറ്റ് വന്നു, കണ്ടുപിടിച്ചു. ഇപ്പോൾ ഈ ഒരു ബോർഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് സക്സസ്ഫുള്ളായിട്ടുണ്ട്. ഈ ഒരു ബോർഡ് വർക്കിംഗ് കണ്ടീഷനിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.